ಕಾರ್ಯಕ್ರಮದ ಮುಂದಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿರುವಂತಹ ಅಬ್ದುಲ್ ರಹಮಾನ್ ಕತಾರ್ ಅವರನ್ನ ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸುತ್ತೇವೆ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما. വേദിയിലെ എൻ്റെ പ്രസിദ്ധ പണ്ഡിതനായ ഹാഫിസ് സ്വലാഹി അവർ, അതേകണിക്ക് മറിയം ചൊല്ലി പള്ളിയുടെ മുഖ്യ കാരണക്കാരനായ ഇസ്ഹാഖ് ഹാജി അവർ, അതേകണിക്ക് ഇതൊരു വിലപ്പെട്ട സമയത്തെ ഇതൊരു വേദിയിൽ വന്നിട്ട് എല്ലാവരും കൂടി കളിക്കത്തെ മോമിൻ മോമിനാത്തുകളെ, അതേകണിക്ക് വിദ്യാർത്ഥിനികൾ, സുബ്ഹാനല്ലാഹ്. ഇതൊരു ചെറിയൊരു പ്രായത്തിൽ ചെറിയൊരു സുന്ദരമായ പള്ളി. ആ പള്ളിയില് കുറഞ്ഞ ദർശനികരെ മക്കമാണ്. അതിലിപ്പോ ഒരു കിടാവിടെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തിലാവത്താക്കിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കളും ഇതിലേക്ക് അള്ളാഹുവിന്റെ കലാമടി സ്വന്തത്തിൽ ഓതുക എത്തുപെട്ടാറ്. അപ്പൊ ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ ഇവിടുത്തെ യുവജനത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു അപേക്ഷ. ഞാൻ അങ്ങനത്തെ വലിയൊരു പണ്ഡിതൻ അല്ല, സാധാരണ വ്യക്തിയായിട്ടില്ല ഞാൻ. അപ്പൊ ഇവിടെ ചൊല്ലുണ്ടായെങ്കിൽ ഇവിടെ ഇത്ര ചെറിയൊരു പ്രായത്തില് ഞങ്ങളെ കുറഞ്ഞ ആൾക്കാർ ഈ പള്ളി അള്ളാഹുടെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കോകൂ ആരാധിക്കുകയായിട്ടുള്ള കണക്ക് തീർപ്പായി. അതേ കണക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായെങ്കിൽ ആയിരക്കണക്കിൽ മക്കയും മദ്രസയും അതേ കണക്ക് കുറെ മുദ്രസ്യമാരും പഠിപ്പാട്ടിത്തോറും സ്ഥാപന കണ്ടുകൊണ്ട് പോകുന്നു. അത് പേര് തട്ട് സുന്നി ചൊല്ലി ഒരു പേരങ്ങ് മുന്നിട്ട് പോയിട്ട് യഥാർത്ഥത്തിൽ ആ പേര് നഗര ഭാഗത്തിൽ വേണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെങ്കിലും ഞങ്ങൾ ഈ ഒരു സമൂഹത്തെ വലിയൊരു സമൂഹമാക്കി മാറ്റട്ടെ. അപ്പോൾ ചൊന്നമല്ലേ ഞാൻ എന്തായെങ്കിൽ ഞങ്ങളെ മക്കൾ മാത്രം ഞങ്ങൾ ഇതൊരു ദീന്റെ ഏത് രൂപത്തിൽ പഠിക്കണോ ഇത് എങ്ങനെ ആത്മാവ് എപ്പാടി കൊടുക്കണോ ചൊല്ലി കണിക്കത്തെ ഒരു ഞങ്ങൾ ബിസയോട് മനസ്സിലാക്കുമായിട്ട് വേണം നോക്കൂ. സാധാരണ ഇവിടെ ഇപ്പൊ ഞങ്ങൾ പണ്ട് ചെറുപ്പകാലത്ത് സലഫി ആശയില്ലാത്തവിടെ ഇന്നത് ജമാഅത്ത് ഇസ്ലാം ഹിന്ദു ചൊല്ലി ഒരു പ്രസ്ഥാനം അവിടെ ഇருக்கு. ആ സമയത്ത് സുന്നി പള്ളിയിൽ പഠിച്ച് ഞാൻ അവിടെ ഉസ്താദ്മാർ പഠിപ്പാടി തന്നെ ഞങ്ങൾക്ക് അതൊരു കൂട്ടര് അങ്ങ അള്ളാഹുടെ റസൂലിനെ സ്നേഹിക്കാത്തങ്ങ എങ്കിലും സ്വലാ ചൊല്ലാത്തങ്ങ ഔലിയാക്കളുടെ കറാമത്തെ എതിർക്കടങ്ങ നാനാമത്തെ എല്ലാ ആരോപണങ്ങളുടെ മേലെ പുറത്തുള്ള ഞങ്ങളെ എന്താക്കിട്ട് ഞങ്ങളുടെ ആയുധാക്കി മാറ്റിക്കുന്നതാണ്. അങ്ങനെ എതിർപ്പൊക്കെ ഞങ്ങൾ കൂടെ എന്തായിട്ട് വേണം അത് എനിക്ക് ആവുക തീരാ ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കും. അങ്ങം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലുന്നത് വിശ്വസിച്ചിട്ട് അള്ളാഹു അല്ലാത്തവരെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളതാണ്. അതിന് ഒറ്റൊരടിക്കുന്ന അങ്ങനെ നീ മുശ്രിക്കല നിന്റെ ദീന് സരിയല്ല ചൊല്ലിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാലത്തും അവരോട് ഞങ്ങൾ മുൻപോക അവകാശം കിട്ടില്ല. ഇത് ആദ്യം ഞങ്ങൾ പഠിച്ചു വെക്കണം. ചെറുപ്പക്കാരായ ഞങ്ങൾ ഒരു ഹിക്മത്തിൽ ഇവിടെ ഞങ്ങളെ ഹാക്കിലൂടെ ഇവിടെ ബയാനാക്കിത്തൂടെ അതിക്ക് ഒരു ഹദീസിലൂടെ ഓതിയിട്ട് ആയത്ത് ഓതിയിട്ട് അതും അങ്ങനെ അഹ്സനു ഖൗലൻ ആറായിട്ടിരിക്കുന്ന നല്ല രൂപത്തില് ഈ ദീൻ വിളിക്കുന്ന ആറായിട്ടിരിക്കുന്ന ഓർക്കൊരു ചരിത്രമാക്കി ഇരട്ടില്ല. അത് എത്ര സത്യമാകും ಗೊತ್ತಿಲ್ಲ. ഓർക്ക് ഒരു മനുഷ്യ രാജാവിന് പോയിട്ട് ഭാരി ഉദ്രിക്തത്തിൽ പോയിട്ട് എന്താക്കിയോളാം ദേവത്തിനെത്തിയോളാം. അപ്പൊ രാജാവ് മനുഷ്യരോട് കേട്ടോള അന്ന് മനുഷ്യ നാണ് ഫിറൗന്റെ കാണ ದುಷ್ಟನಾಗಿ ಹೇಳ್ಕೊಳ್ಳ ಫಿರೌಂಡೆ ಕಾಣ ಫಿರೌನಿಗೆ ಗೊತ್ತಿಲ್ಲ ಎಲ್ಲರೂ ನಾನೇ ಅಲ್ಲಾಹು ಚಂದ್ರಟ್ಟು ಇವರೇತ್ ಕಾಣಿದ್ರು ಅವನೇ ಕಾಣ ದುಷ್ಟನಾಗಿ ಹೇಳ್ಕೊಳ್ಳ ರಾಜ ವಾರಕ್ಕೆ ಅಸಾಧಾರಣ ಬೆಳೆಸಿರಟ್ಟಿಗೆ. ಅಪ್ಪ ಅವನು ಚಂದ್ರ ಇಲ್ಲ ಇಲ್ಲ ಅದೇ ನೋಡ ಫಿರೌನ್ ಅಲ್ಲಾಹು ಚಂದ್ರ ಹಾಕಿವಳು ನೀನು ತೇಳಲ್ಲಲ್ಲಿ ಸರಿ ನೀನು ಮೂಸನೆ ಕಾಣ വലിയൊരു ആളായി പോയി കേട്ടുകൊള്ള. അപ്പൊ ഇല്ല മൂസയുടെ മൂസ നബിയല്ലേ ഞാൻ നബി ആവുകയാണ്. അപ്പൊ നീ മൂസനെ കേട്ട സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നതിനെ നല്ല രൂപത്തിൽ എന്താക്കി
കിറോട്ട് പോയി എന്താക്കുക ഈ ദേവത്തിൽ നടത്തി. അപ്പൊ അതുകൊണ്ടു ഞങ്ങൾ ഈ സമസ്തത്തെ ആൾമാർക്ക് ആരുടെ കൂടി നടക്കുമ്പോൾ എന്താ ഞങ്ങൾ നല്ല രൂപത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ചില ഉസ്താദ്മാർ നല്ലൊട്ടിയെ ചൊന്നോണ്ടിരിക്കുന്നത് നല്ല സ്റ്റേറ്റസ് എന്നാണ് സുന്നി പണ്ഡിതന്മാരെന്നാണ് പറയാ. ചെറിയ ചെറിയ ക്ലിപ്പ് പറഞ്ഞിട്ട് അത് ഏതായിട്ടുള്ള ഒരു ആശയം, അങ്ങനത്തെ ആശയം. അപ്പൊ നട്ട് കേൾക്കിടാറ് നീ എന്ത് കൊണ്ട് നീട്ടുന്നതാണ് അവൻ അങ്ങനത്തെ ആശയത്തവനല്ലേ ആ ചോദ്യം അങ്ങനോട് കേൾക്കിടാണ്. ഇങ്ങനെ ഞങ്ങൾ ദൂരെ വെച്ചിട്ടുണ്ടായെങ്കിൽ പിന്നെ എപ്പോ ഞങ്ങൾ അടുക്കള പകരൊട്ടി ഞങ്ങൾ ഈ ദേവത്തിൽ ഇങ്ങനെ എത്തുവാടി കൊടുക്കണേ ചൊന്നിട്ടായെങ്കിൽ നന്റെ അങ്ങ് മറുപടി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചൊന്നോട്ടില്ലത് അങ്ങോട്ട് നല്ല ബന്ധം വയ്ക്കും. ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ പോയിട്ടാങ്കിൽ എത്രമോ ഉള്ളവർ പുറാപാത്രങ്ങൾ അല്ലേ ഞങ്ങൾ ദൂരെ പോകാം. അങ്ങനെ വിളിക്കലാമേ ഞങ്ങൾ ഫംഗ്ഷൻ വിളിക്കലാമേ ഇല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങ് അവിടെ ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾ ദൂരാക്കണേ ഒറ്റ മുസ്ലിക്കല ഞങ്ങൾ അവിടെ തീരാജായിട്ട് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ എന്താക്കണം, നല്ല രൂപത്തിൽ പെരുമാറണം. ഞങ്ങൾ ദേവത്തിൽ അങ്ങോട്ട് ഹിക്കുമത്തിൽ ഞങ്ങൾ ചൊന്നു കൊടുത്തിട്ടു മനസ്സിലാക്കി കൊടുക്കും. അതേപോലെ ഈ ചെറിയ ചെറിയ മക്കളും നിങ്ങൾ ഇപ്പൊ മനസ്സിൽ കഷ്ടപ്പെട്ടുള്ള അവിടെ ആയിരക്കണക്കിന് മക്കളുണ്ടായെങ്കിൽ അങ്ങ് ആയിരക്കണക്കിന് ഞങ്ങളെ വിദ്യാർത്ഥിയും ഖുറാഫാത്തിനെയും പ്രചരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളെ ഒരു കിടാവ് കൂട്ടിയത് ഒരു തൗഹീദിലെ യഥാർത്ഥമായ ശുദ്ധ അഹ്ലുസുന്ന ജമാഅത്തിലെ കിടാവായിട്ട് വന്നിട്ടുണ്ടായെങ്കിൽ നമുക്ക് ഇതരത്തിലുള്ള ഹൈർ കാര്യമൊന്നുമില്ല. ഇതൊരു കിടാവ് നീത്ത എത്രമാ ആൾക്കാർ ദേവത്താക്കി പോകുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് ചെറിയ നസീഹത്ത് നമുക്ക് ഇത്ര ചൊല്ലുന്നത് കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ദഅവത്ത് രംഗത്തിൽ ഒരുപാട് നമുക്ക് എന്തിന് പൈസത്തെ ആവശ്യം വന്നോണ്ടിരിക്കും. ഇപ്പൊ ഇതൊരു പള്ളി നടത്തുവാനായിട്ട് ഇതിൽ ചില ചെലവ് കാര്യങ്ങൾ ഇപ്പോ പിന്നെ അതേ കണക്ക് വേറെ ഇങ്ങനത്തെ കാര്യക്രമം അങ്ങനത്തെ മക്കളെ കാര്യങ്ങൾ നിങ്ങൾ വർഷത്തോക്കി ആക്കിയിട്ട് തീരും. ഈ മക്കൾക്ക് ഒരു ആഗ്രഹം അവിടെ ഇപ്പൊ അങ്ങനെ പല്ലൊക്കെ നോക്കണം. മൂന്നുണ്ട് ഇല്ലാത്ത എല്ലാ നമുക്ക് നബിതമേലെ ഇല്ലാത്ത എല്ലാ ചരിത്രത്തിൽ ചൊല്ലുപാടിയിട്ട് മക്കൾ എന്താ സന്തോഷമാക്കിയിട്ട് വിട്ടുകൊണ്ടുണ്ടാറ്. അതിനെ കാണി മക്കവും വ്യാജാറ് പോകും. ആ മക്കൾ അവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ കിട്ടല്ലാണ്ട്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി വർഷത്തോക്കെങ്കിലും ഈ മക്കൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല ഈ മക്കൾക്ക് മദ്രസക്ക് എന്തെങ്കിലും ഉറപ്പം തിങ്ങളോർക്ക് നമ്മൾ ചോക്ലേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തിട്ടു മക്കളെ മനസ്സിൽ സന്തോഷമാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കൂട്ടത്തില് ഞങ്ങൾ ഈ ചെറുപ്പക്കാരായ ഞങ്ങൾ ബിസിനസ് ഞങ്ങൾ കച്ചവടത്തിലല്ലേ ഞങ്ങൾ എന്തെങ്കിലും ദിനത്തെ കൂലി ഇതിലും ഞങ്ങളെ പണ്ട് ഒരംശത്തെ അത് നിങ്ങൾ പള്ളികളെ നെയ്യത്താക്കണം. അള്ളാഹുവേ നെയ്യത്താക്കി നിങ്ങൾ അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ആരുടെ സ്വർത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും അള്ളാഹു തആല ബർക്കത്ത് നൽകും. യാതൊരു സംശയവും അതിന് വേണ്ട. അതൊക്കെ മിസാൽ നാണയായിട്ടിക്കണേ. അൽഹംദുലില്ലാഹ് എന്തെങ്കിലും കച്ചവടം ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പ് ഞങ്ങൾ ഒരംശം ഞങ്ങൾ എന്താക്കണം ഞങ്ങളെ പള്ളികൾ അത് ഞങ്ങളെ അതായത് ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട പള്ളികൾ ഞങ്ങൾ എന്താക്കണം മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് ഞങ്ങൾക്ക് എന്താക്കണം നൽകുക. അതുകൊണ്ട് ഇത്ര ചൊന്നിട്ട് നിങ്ങൾ എന്റെ ബർക്കത്ത് ഞാൻ അവസാനിപ്പിക്കണേ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാകുമുല്ലാഹു ഖൈറൻ.